വരുണ, അവിടെ മെഡിക്കൽ കോളേജിൽ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ പല ഘട്ടങ്ങൾ കേട്ടതാണ്. അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ തുടങ്ങിയോ? അതെങ്ങനെ പുരോഗമിക്കുന്നു വരുൺ? ഹാഷ്മി, 10 മണിക്കാണ് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുക. സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതുവരെയും സമരം തുടങ്ങിയിട്ടില്ല. എനിക്ക് പുറകിൽ കാണുന്ന ഈ പ്രദേശത്ത്, അതായത് ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഈ മുൻഭാഗത്താണ് സമരം നടക്കുക എന്ന് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി സമരം ആരംഭിക്കുമെന്നാണ് ഹാഷ്മി കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി മലബാർ മേഖലയിലെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഉന്നയിച്ചുകൊണ്ടാണ്, അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവിടെ തന്നെ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിന് മുൻപിൽ തന്നെ ഈ സമരത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്ടർമാരുടെ പ്രതിസന്ധിയാണ്, മരുന്ന് വിതരണത്തിലെ പ്രതിസന്ധിയാണ്. സംസ്ഥാനത്ത് മരുന്ന് വിതരണത്തിന് 1014 കോടി രൂപ വേണമെന്നാണ് നിലവിലെ കണക്ക്. പക്ഷേ സർക്കാർ ഇതുവരെ 356 കോടി രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. 693.78 കോടി രൂപ ഇപ്പോഴും കുടിശ്ശികയായി നിലനിൽക്കുന്നു എന്ന് വലിയ രീതിയിലുള്ളൊരു പരാതിക്ക് ഇടവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ വേണ്ടത്ര ഡോക്ടർമാരില്ല എന്നൊരു പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഗ്യാസ്ട്രോ സർജറി വിഭാഗം ഡോക്ടർമാരില്ലാത്തതിനാൽ അടച്ചിട്ടു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. പുതിയ MRI സ്കാനിംഗ് മെഷീൻ സ്ഥാപിക്കുമെന്ന് അറിയിച്ചെങ്കിലും അത് ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ MRI സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 8 ശസ്ത്രക്രിയകൾ നടത്തേണ്ട സ്ഥലത്ത് അതിപ്പോൾ ഒന്നും നടക്കുന്നില്ല. പല ഭാഗങ്ങളും അടച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ 6 മാസമായി 2 ശസ്ത്രക്രിയകളാണ് ഒരേ സമയം ഇവിടെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ഉയർന്നു വരുന്ന ആരോപണം. കാസർഗോഡും സമാനമായ സ്ഥിതിയാണ്. ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തിയെങ്കിലും അവിടെ ഒരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. 36 ഡോക്ടർമാരെയാണ് നിലവിൽ നിയമിച്ചത്. പക്ഷേ അതിൽ 2 പേർ മാത്രമാണ് ചുമതലയേറ്റിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മലബാർ മേഖല സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. വയനാട് മാനന്തവാടി ആശുപത്രിയും മെഡിക്കൽ കോളേജായി ഉയർത്തിയെങ്കിലും അവിടെയും സമാനമായ സ്ഥിതിയാണ്. ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും അവിടെയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിയാണ്, ആ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. അത് 11 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹാഷ്മി, അരുൺ പാറക്കലാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും റാഫി കരീം കൂടി ചെയ്യുന്നുണ്ട്. റാഫി, നമ്മൾ പോയ ദിവസം കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ എങ്ങനെയാണ്? എത്രത്തോളം പ്രവർത്തക പങ്കാളിത്തം ആ പ്രതിഷേധത്തിന് അവിടെയുണ്ട്? റാഫി. ഹാഷ്മി, അല്പസമയത്തിനകം കോൺഗ്രസിന്റെ പ്രതിഷേധം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുമ്പിലുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുക. ഇതിനോടകം തന്നെ നേതാക്കൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം 11 മണിയോട് കൂടിയാണ് ഈ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുമ്പിലുള്ള പ്രതിഷേധം നടത്തുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം എന്നുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ നടത്താനുള്ള സൗകര്യമില്ലായ്മയാണ്. പല വിഭാഗത്തിലും വേണ്ടത്ര സൗകര്യങ്ങൾ ശസ്ത്രക്രിയ നടത്തുന്നതിനില്ല. ഒപ്പം തന്നെ പല വിഭാഗത്തിലും ICU ബെഡുകളുടെ ഒഴിവുകൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലില്ല. ഒപ്പം ഈ രോഗികൾക്കും ഒപ്പം തന്നെ കൂട്ടിയിരിപ്പുകാർക്കും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അപര്യാപ്തതകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുമ്പിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ എറണാകുളം ജില്ലയിൽ ഉദ്ഘാടനം നടത്തുന്നത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് ജില്ലയിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.